തഹാവൂർ ഹുസൈൻ റാണ നമ്മുടെ ഈ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾക്കിടയിൽ ഒരുപക്ഷെ നമ്മൾ കുറച്ച് ദിവസത്തേക്കെങ്കിലും മറന്നുപോയ ഒരു പേരായിരിക്കും തഹാവൂർ ഹുസൈൻ റാണ. തിഹാർ ജയിലിൽ അങ്ങനെ കഴിയുകയാണ് തഹാവൂർ ഹുസൈൻ റാണ. തഹാവൂർ ഹുസൈൻ റാണയിൽ നിന്നാണ് പാകിസ്ഥാനിലെ ഭീകരതാവളങ്ങളുടെ ആസ്ഥാനങ്ങൾ എവിടെയാണ്, ഭീകരതാവളങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ ഇന്ത്യ അറിഞ്ഞത് എന്ന തരത്തിൽ ചില വിവരങ്ങൾ പുറത്തു വന്നു. അത് ഇന്ത്യ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും തഹാവൂർ ഹുസൈൻ റാണയ്ക്ക് ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ജീവനോടെ തന്നെ ഉണ്ടോ? കാരണം ആത്മഹത്യാ ശ്രമങ്ങൾ നടത്താൻ സാധ്യതയുണ്ട്, ആത്മഹത്യാ പ്രവണതയുണ്ട്. ജീവിച്ചിരുന്നാൽ എല്ലാ സത്യങ്ങളും തുറന്നു പറയേണ്ടി വരും. അത് പലരുടെയും തല പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തും. കാരണം സഹായിച്ചവരിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ജഡ്ജി അടക്കം, ഒരു നടി അടക്കം, ചില ഉന്നത രാഷ്ട്രീയ നേതാക്കളടക്കം, വ്യവസായികളടക്കമുള്ളവരുണ്ട്. അപ്പോൾ തഹാവൂർ ഹുസൈൻ റാണയിൽ നിന്ന് ഈ വിവരങ്ങളൊക്കെ പുറത്തു വന്നാൽ, ഇവരുടെ പേരുകളൊക്കെ പുറത്തു വന്നാൽ വലിയ കോളിളക്കം സൃഷ്ടിക്കുമെന്ന് തഹാവൂർ ഹുസൈൻ റാണയ്ക്കും നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് തനിക്ക് പ്രായാഖ്യാതം അല്ലേ കട്ടാണേ തനിക്ക് പ്രായാധിക്യമുണ്ട്. അതുകൊണ്ട് തനിക്ക് നിരവധി രോഗങ്ങളുണ്ട്. അതുകൊണ്ട് തനിക്ക് തൻ്റെ വീട്ടുകാരെ കാണണം, കുടുംബാംഗങ്ങളെ കാണണം, എന്നെ അനുവദിക്കണം, അവരെ കാണാനുള്ള ഒരു അനുവാദം തരണമെന്നൊക്കെ പറഞ്ഞ് ഒരു കോടതിയിൽ ഒരു ഹർജിയൊക്കെ ഫയൽ ചെയ്തിരുന്നു. കഴിഞ്ഞ മാസം തഹാവൂർ ഹുസൈൻ റാണയെ കേരളത്തിലെ കൊച്ചിയിലേക്ക് കൊണ്ടുവന്ന മുടിയെടുക്കുമെന്ന് പറഞ്ഞിരുന്നു. കാരണം കേരളത്തിലെ കൊച്ചിയിലാണ് തഹാവൂർ റാണ വന്നിരുന്നത്. അവിടെയാണ് ഈ നടി തഹാവൂർ റാണയെ കാണാൻ വന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ തഹാവൂർ റാണയുടെ ജീവിതം എങ്ങനെയാണ് എന്ന് പരിശോധിച്ചാൽ, മുംബൈ ഭീകരാക്രമണത്തിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ദീർഘകാലത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലെത്തിച്ച ഭീകരൻ തഹാവൂർ റാണയെ പാർപ്പിച്ചിരിക്കുന്നത് തീഹാർ ജയിലിലെ അപകട സാധ്യത കുറഞ്ഞ മേഖലയിലാണ്. അതീവ സുരക്ഷ ആവശ്യമുള്ള തടവുകാർക്ക് വേണ്ടി നിർമ്മിച്ച ബ്ലോക്കിലാണ് റാണയും കഴിയുന്നത്. ഇയാളുടെ അടുത്ത സെല്ലുകളിലുള്ള ഭീകരരായ ഗുണ്ടാ സംഘങ്ങളൊന്നും ഇവർ അപകടകാരികളല്ല എന്നും പ്രത്യേകം സെല്ലുകളിലായതിനാൽ സമ്പർക്ക സാധ്യതയില്ല എന്നും സോഴ്സുകൾ വെളിപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞയാഴ്ച പാട്യാല കോടതിയിലെ പ്രത്യേകം NIA ജഡ്ജി ജൂൺ 6 വരെ റാണയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരുന്നു. NIA കസ്റ്റഡി അവസാനിപ്പിക്കുന്നതിന് ഒരു ദിവസം മുമ്പാണ് ഇയാളെ കോടതിയിൽ ഹാജരാക്കിയത്. ഇയാളുടെ ശബ്ദ സാമ്പിളുകളും കൈയക്ഷരവും ശേഖരിച്ചു. ബീഹാറിൽ 1780 തീഹാർ ജയിലിൽ 1784 നമ്പർ തടവുകാരനാണ് റാണ. മറ്റുള്ളവയെ അപേക്ഷിച്ച് തിരക്ക് കുറഞ്ഞ ബ്ലോക്ക്. ഈ പ്രത്യേക വാർഡിലേക്ക് മറ്റു വാർഡുകളിൽ നിന്നുള്ള തടവുകാരെ പ്രവേശിപ്പിക്കില്ല എന്നും ജയിൽ വൃത്തങ്ങൾ പറഞ്ഞു. റാണ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കൂ. 2 അഭ്യർത്ഥനകളാണ് നടത്തിയത്: പുസ്തകങ്ങളും യൂറോപ്യൻ ടോയ്ലറ്റും. 6 പുതപ്പുകൾ അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ 3 എണ്ണം കട്ടിലിൽ വയ്ക്കാനാണ്. ഒരു ഫാനും അനുവദിച്ചിട്ടുണ്ട്. രാവിലെ 7 മണിയോടെ പ്രഭാത ഭക്ഷണത്തിന് ചായ, ബിസ്ക്കറ്റ്, ബ്രെഡ്, ഡാലിയ, പൊടിച്ച ഗോതമ്പ് എന്നിവ നൽകും. ഉച്ചഭക്ഷണത്തിന് പരിപ്പ്, അരി, സബ്സി. വൈകുന്നേരം ചായക്കൊപ്പം ലഘുഭക്ഷണം. അത്താഴത്തിന് അരിയും സബ്സിയും നൽകും. പക്ഷേ റാണ അധികം കഴിക്കാറില്ലെന്നും ജയിൽ അധികൃതർ പറയുന്നു. എല്ലാ പ്രവർത്തനങ്ങളും നിരീക്ഷിക്കാൻ റാണയുടെ സെല്ലിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുള്ളതിനാൽ 24x7 സമയവും നിരീക്ഷണത്തിലാണ്. ഈ സെല്ലിനായി പ്രത്യേക പാചകക്കാരുണ്ട്. ഭക്ഷണം തയ്യാറാക്കിയ ശേഷം വിളമ്പുന്നതിന് മുൻപ് ജയിൽ ജീവനക്കാർ രുചിച്ചു നോക്കി പരിശോധിക്കും. ലക്ഷറി തൈവാചാരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ അടുത്ത അനുയായിയായ റാണയെ US നിന്ന് നാടുകടത്തിയതിനു ശേഷം ഏപ്രിൽ 10 ഇന്ത്യയിലെത്തിച്ചത്. 26/11 ആക്രമണത്തിനായി ഹെഡ്ലി പാകിസ്ഥാനിൽ പഠിച്ചിരുന്ന സമയത്ത് നടത്തിയ രഹസ്യാന്വേഷണത്തെ സഹായിച്ചതിനും മുംബൈ ആക്രമിച്ച ഭീകരർക്ക് നിർണായക പിന്തുണ നൽകി ഗൂഢാലോചനയിൽ പങ്കെടുത്തതിനും ഇയാൾക്കെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് തഹാവൂർ റാണയുമായി ബന്ധപ്പെട്ട് ചില നിർണായക വിവരങ്ങൾ ശേഖരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ NIA സംഘം എന്നുള്ളതാണ് പറയുന്നത്. ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇയാളെ മൊഴിയെടുക്കാൻ, കാരണം ഇന്ത്യയിൽ തന്നെ വിവിധ സ്ഥലങ്ങൾ ഇയാൾ സന്ദർശിച്ചിട്ടുണ്ട്. കേരളത്തിലെ കൊച്ചിയിലാണ് ഇയാൾ സന്ദർശിച്ച മറ്റൊരു സ്ഥലം. അപ്പോൾ വിവിധ സ്ഥലങ്ങളിലെത്തി ഇയാളെ തെളിവെടുപ്പിനായി കൊണ്ടുപോകണം. അപ്പോൾ ആ തെളിവെടുപ്പ് നടത്താൻ ഈ പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂരൊക്കെ നടക്കുന്ന സമയമായതുകൊണ്ട് ഇന്ത്യൻ സംഘങ്ങൾക്ക് NIA സംഘങ്ങൾക്ക് അതിന് കഴിഞ്ഞില്ല. കാരണം നമ്മുടെ രാജ്യം
വലിയൊരു സംഘർഷാവസ്ഥയിൽ നിൽക്കുന്ന സമയം കൂടിയാണ്. അപ്പോൾ മാത്രമല്ല ഈ പാകിസ്ഥാനിലെ ഭീകരതാവളങ്ങളെല്ലാം ഈ പാകിസ്ഥാനിൽ ജനിച്ച് വളർന്ന തഹാവൂർ റാണയ്ക്ക് അറിയാം. ഈ എല്ലാ ഭീകര സംഘടനകളുമായി തഹാവൂർ ഹുസൈൻ റാണയ്ക്ക് ബന്ധവുമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ മുക്കും മൂലയും അറിയാവുന്ന ഒരാളാണ് തഹാവൂർ ഹുസൈൻ റാണ. പിന്നീട് വിവാഹം കഴിച്ചതോടെയാണ് ഇയാൾ കനേഡിയൻ പൗരത്വം സ്വീകരിച്ച് കാനഡയിലേക്ക് മാറിയത് എന്നുള്ളതാണ്. പിന്നീട് ഇന്ത്യയിലെത്തി അവിടെ പല ഹെഡ്ലിയുമായി പല ഗൂഢാലോചനകൾ നടത്തി. മുംബൈ ഭീകരാക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരനായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളാണ് ഇയാൾ ഇതിനു വേണ്ടി ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. പിന്നീട് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ആവശ്യമായിരുന്നു തഹാവൂർ ഹുസൈൻ റാണ ഇന്ത്യക്ക് കൈമാറണം എന്നുള്ളത്. അപ്പോൾ ഇന്ത്യൻ ജയിലുകൾ വധശിക്ഷയ്ക്ക് തുല്യമാണ് എന്നാണ് തഹാവൂർ ഹുസൈൻ റാണ പറഞ്ഞിരുന്നത്. പക്ഷേ ട്രംപും ഇന്ത്യയും തമ്മിലുള്ള അല്ലെങ്കിൽ അമേരിക്ക ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ദൃഢമായതുകൊണ്ട് തന്നെ തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ത്യക്ക് കൈമാറാൻ അമേരിക്കയുടെ കൂടി ഒരു സഹായം ഇന്ത്യക്ക് ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ എന്താ പറയുക പ്രൊട്ടക്ഷനോട് കൂടി തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ത്യയിലേക്ക് എത്തിച്ചത്. പിന്നീട് തിഹാർ ജയിലിലേക്ക് കൊണ്ടുപോയി. ആത്മഹത്യാ പ്രവണത ഉള്ളത് കൊണ്ട് തന്നെ ഇയാൾ ബുക്കും പേപ്പറും പേനയും ഒക്കെ ചോദിച്ചപ്പോൾ അതൊന്നും കൊടുക്കാൻ മെറ്റൽ ഉപയോഗിച്ചുള്ള പേനയല്ലാതെ ഫൈബർ ഉപയോഗിച്ചുള്ള പേനയാണ് ഇയാൾക്ക് നൽകിയിരിക്കുന്നത്. അതായത് കുത്തിയാൽ പോലും വേദന എടുത്ത് രക്തം പൊടിയാനോ പാടില്ല അങ്ങനെ. കാരണം ഇയാൾ ഇന്ത്യക്ക് കിട്ടിയ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലാണ്. അപ്പോൾ ഇയാളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യൻ സർക്കാരിന് അറിയാനുണ്ട്, അന്വേഷണ ഏജൻസികൾക്ക് അറിയാനുണ്ട്. ഇയാൾ മറ്റെവിടെയെങ്കിലുമൊക്കെ ഇയാളും ഇയാളുടെ കൂട്ടാളികളും ഈ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങൾ അന്വേഷിക്കാനും കണ്ടെത്താനുമുണ്ട്. പ്രത്യേകിച്ച് ഈ ജഡ്ജി ആരാണ്, നടി ആരാണ്, വ്യവസായ പ്രമുഖർ ആരാണ്, രാഷ്ട്രീയ നേതാക്കൾ ആരാണ്. കാരണം ഇന്ത്യയിലെ പലരുമായി ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം അന്വേഷിച്ച് ഇതിനിടയ്ക്ക് തന്നെ എല്ലാവരുടെയും പേരുകൾ റാണ പറഞ്ഞു നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും തഹാവൂർ ഹുസൈൻ റാണയെ അതീവ സുരക്ഷിതനായാണ് തിഹാർ ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നത്. കാരണം അയാളുടെ ജീവന് വലിയ വിലയുണ്ട്. ആ വിലയെന്ന് പറയുന്നത് അയാളുടെ സംരക്ഷിക്കുന്നതല്ല സർക്കാർ, അയാളെ സംരക്ഷിക്കുന്നത് ഇന്ത്യക്കെതിരെ ഏതൊക്കെ തരത്തിലുള്ള ആക്രമണങ്ങൾ പദ്ധതിയിട്ടിരുന്നോ, എന്തൊക്കെ ഗൂഢാലോചനകൾ ഹെഡ്ലിയുമായി നടത്തിയിരുന്നോ ഈ കണ്ടവരൊക്കെ ഇപ്പോൾ ഈ നിയമവ്യവസ്ഥയിലും പോലീസിലും വ്യവസായ മേഖലയിലുമൊക്കെ ഉന്നതരായിട്ടുള്ളവരെയാണ് കണ്ടത്. ഇവരെയൊക്കെ കണ്ട് എന്ത് പദ്ധതിയാണ് ആസൂത്രണം ചെയ്യാനിരുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ആക്രമണം നടത്തിയതെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തഹാവൂർ ഹുസൈൻ റാണയെ അതീവ സുരക്ഷിതനായി 1784 നമ്പർ മുറിയിൽ അതീവ സുരക്ഷിതനായാണ് തീഹാർ ജയിലിൽ ഇന്ത്യൻ സർക്കാർ പാർപ്പിച്ചിരിക്കുന്നത്.